ഫോർത്ത് സെമസ്റ്റർ ഓർഗാനിക് കെമിസ്ട്രിയിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് കൺഫർമേഷൻ ലൈസോമറിസം. അതിൽ നമുക്ക് ഈഥൈന്, എൻ ബ്യൂട്ടൈന്, സൈക്ലോഹെക്സേന് ഈ 3 കോമ്പൗണ്ട്സിൻ്റെ കൺഫർമേഷൻ ലൈസോമറിസാണ് പഠിക്കാനുള്ളത്. അതിൽ തന്നെ ഈഥൈൻ്റെയും എൻ ബ്യൂട്ടൈൻ്റെയും കേസിൽ നമ്മൾ യൂഷ്വലി 2 രീതിയിലാണ് അതിൻ്റെ കൺഫർമേഷൻസ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒന്നാമത്തത് സോഹോസ് പ്രൊജക്ഷനാണ്, രണ്ടാമത്തത് ന്യൂമാൻ പ്രൊജക്ഷനാണ്. ഇതിലെല്ലാവരും ന്യൂമാൻ പ്രൊജക്ഷൻ തന്നെയാണ് എക്സാം ഹാളിൽ വരയ്ക്കാറ്, കാരണം അതാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത്. പക്ഷെ പലരും ഇത് ജസ്റ്റ് അങ്ങ് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുകയാണ്, എന്താണ് വരയ്ക്കുന്നതിനെ കുറിച്ച് ഐഡിയ ഇല്ല. അതാണ് ഞങ്ങൾക്കിന്ന് ക്ലിയർ ചെയ്ത് തരാൻ പോകുന്നത്. ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് ഈഥൈൻ്റെ ന്യൂമാൻ പ്രൊജക്ഷനാണ്. ഈഥൈൻ്റെ കേസിൽ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കൺഫർമേഷൻസ് ആണ്, എക്ലിപ്സ്ഡും സ്റ്റാഗേർഡും. അപ്പോൾ അതിനെയാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഈഥൈൻ്റെ സ്ട്രക്ചർ എന്താണ്? CH3 സിംഗിൾ ബോണ്ട് CH3, അതായത് 2 കാർബൺസ് സിംഗിൾ ബോണ്ട് വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. ഓരോ കാർബണിലും 3 ഹൈഡ്രോജൻസ് വീതമുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഈഥൈൻ്റെ സ്ട്രക്ചർ വരക്കുക. ആ സെയിം സ്ട്രക്ചറാണ് ഈ ഒരു പ്രൊജക്ഷനിലും കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പാർട്ട് എന്താ നോക്കാം. നമ്മൾ ന്യൂമാൻ പ്രൊജക്ഷനിൽ കാർബൺ കാർബൺ ബോണ്ട് ഹെഡിലൂടെയാണ് നോക്കുന്നത്. അതായത് ഈഥൈൻ്റെ സ്ട്രക്ചർ CH3 ആണ് എങ്കിൽ നമ്മൾ ഇതിനെങ്ങനെയാണ് നോക്കുന്നതെന്ന് അറിയും. ഈ ഒരു ഡയറക്ഷനിലാണ് നോക്കുന്നത്. നമ്മുടെ കണ്ണ് ഇവിടെയാണുള്ളത്. നമ്മൾ ഇങ്ങനെയാണ് ഈ ഒരു കോമ്പൗണ്ടിനെ നോക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഒരു കാർബൺ ഫ്രണ്ടിലും ഒരു കാർബൺ ബാക്കിലാണ് ഉണ്ടാവുക. അത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കണം. ഇനി നിങ്ങൾ ഒരു ഫിഗർ നോക്കുക. ഇവിടെ ഫ്രണ്ടിൽ കാണുന്ന ഈ ബ്ലാക്ക് കളേർഡ് പാർട്ടിൽ ഇവിടെ ഒരു ഡോട്ട് ഉണ്ടാവും. ഓക്കെ, ഈ ഡോട്ടാണ് ഫ്രണ്ട് കാർബൺ എന്ന് പറയുന്നത്. ആ ഫ്രണ്ട് കാർബണുമായിട്ട്, ആ മുമ്പിലുള്ള കാർബണായിട്ട് അറ്റാച്ച് ചെയ്ത ഹൈഡ്രജനെ കാണിക്കാനാണ് ഇവിടെ 3 ലൈൻസ് ഇങ്ങനെ വരച്ച്, ബ്ലാക്ക് കളേർഡ് ലൈൻസ്. ഓക്കെ, ആ ഒരു കാർബൺ ഹൈഡ്രജൻ ബോൺസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ആ ഒരു ലൈന്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഫ്രണ്ടിലുള്ള കാർബണും അതിലുള്ള ഹൈഡ്രജനും കവർ ചെയ്തു. ഇനി ഒരു കാർബൺ ഹൈഡ്രജൻ കൂടെ ഉണ്ട് ബാക്കിൽ. അതിനെ നമ്മളെങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്തത്? ബാക്കിലുള്ള കാർബണിനാണ് ഈ ഒരു ബ്ലൂ കളർ സർക്കിൾ കാണിച്ചത്. ഈ ബ്ലൂ കളർ സർക്കിൾ എന്ന് പറയുന്നത് ബാക്കിലുള്ള കാർബണാണ്. ആ കാർബണിൽ 3 ഹൈഡ്രോജൻസ് ഉണ്ട്. അതിനെ നമ്മൾ ഇതേപോലെ ലൈൻ വെച്ച് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ആ ലൈൻ എന്ന് പറയുന്നത് സ്മോൾ ആയിരിക്കും ഫ്രണ്ട് കാർബണിൻ്റെ ലൈനിനെ സംബന്ധിച്ച്. ഓക്കെ, അതുമായിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് സ്മോൾ അല്ലേ. അപ്പോൾ അതിൽ അറ്റാച്ച് ചെയ്ത 3 ഹൈഡ്രോജൻസിന് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ എക്ലിപ്സ്ഡ് കൺഫർമേഷൻ നോക്കുക. ഈ ഫ്രണ്ട് കാർബണും ബാക്ക് കാർബണിലും അറ്റാച്ച് ചെയ്തിട്ടുള്ള ഹൈഡ്രോജൻസ് പാരലായിട്ടാണുള്ളത് എങ്കിൽ, അതായത് ഫ്രണ്ട് കാർബണിലുള്ള ഒരു ഹൈഡ്രോജൻ ഉണ്ടല്ലോ ഇവിടെ, അതേപോലെ ഈ ഒരു ബാക്ക് കാർബൺ നമ്മൾ ഈ ഒരു സർക്കിൾ കാണിച്ചിട്ടുണ്ട്. അതിലുള്ള ഹൈഡ്രോജൻ ഇതിന് നേരെ ബാക്കായിട്ടാണ് വരുന്നത്. അതായത് നമ്മളിങ്ങനെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റില്ല. ആ ഒരു രീതിയിലാണ് വരുന്നതെങ്കിൽ അങ്ങനെയുള്ള കൺഫർമേഷൻ എക്ലിപ്സ്ഡ് ആണ്. ഇവിടെ ഡൈഹെഡ്രൽ ആംഗിൾ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആയിരിക്കും. അതായത് ഡൈഹെഡ്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലുള്ള കാർബണിലുള്ള ഹൈഡ്രോജൻ അതേപോലെ ബാക്കിലുള്ള കാർബണിലുള്ള ഹൈഡ്രോജൻ അതിനിടയിലുള്ള ആംഗിളായിട്ട് കൺസിഡർ ചെയ്യുക, ആ ഒരു കാർബൺ ഹൈഡ്രോജൻ ബോൺസിനിടയിലുള്ള ആംഗിൾ. ഇനി സ്റ്റാഗേർഡ് കൺഫർമേഷൻ എന്താ? ഫ്രണ്ടിലുള്ള ആൾ അതേപോലെ തന്നെ വെക്കുക. അതാണ് നിങ്ങളിവിടെ കാണുന്നത്, അതിലൊരു ചേഞ്ചും ഇല്ല. എന്നാൽ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടിലുള്ള റൊട്ടേഷൻ അല്ലേ, ഈ ബാക്കിലുള്ള കാർബണിനെ മാത്രം നമ്മൾ റൊട്ടേറ്റ് ചെയ്യണം. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതൊരു 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ ഇവിടെയുള്ള ഹൈഡ്രോജൻ ഇവിടെ വരും, ഇവിടെയുള്ള ഹൈഡ്രോജൻ ഇവിടെ വരും, ഇവിടെയുള്ള ഹൈഡ്രോജൻ ഇവിടെ വരും. ആ ഒരു സ്ട്രക്ചറാണ് നിങ്ങളിവിടെ കാണുന്നത്, സ്റ്റാഗേർഡ് എന്ന് പറഞ്ഞിട്ട്. സോ ഇതിൽ സ്റ്റാഗേർഡിനാണ് സ്റ്റെബിലിറ്റി കൂടുതൽ, കാരണം ഇവിടെ ഹൈഡ്രോജൻസ് മാക്സിമം എവേ ആയിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ ഈ ഒരു എക്ലിപ്സ്ഡിൽ അടുത്തടുത്ത്, അത് ഞാൻ നിങ്ങൾക്ക് ഫിഗർ കാണിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. അതായത് എക്ലിപ്സിൻ്റെ കേസിൽ എങ്ങനെയാണ് ഉണ്ടാവുമെന്ന് അറിയോ? ഈ കാർബണും ഈ കാർബണിലും 2 ഹൈഡ്രോജൻസ് ഇതേപോലെ അടുത്തടുത്തായിട്ടാണ് കിടക്കുക. അത് തമ്മിൽ ഇത്ര ഡിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ. എന്നാൽ സ്റ്റാഗേർഡിൻ്റെ കേസിൽ അങ്ങനെയല്ല. ഒരു ഹൈഡ്രോജൻ ഇവിടെ ആണെങ്കിൽ മറ്റേ കാർബണിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഹൈഡ്രോജൻ ഇവിടെ ഉണ്ടാവുക. സോ അവിടെ ഇത്രയും ഡിസ്റ്റൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ റിപ്പൾഷൻ കുറവായിരിക്കും. അതുകൊണ്ട് സ്റ്റാഗേർഡിനാണ് മോർ സ്റ്റെബിലിറ്റി ഉള്ളത്. സോ ഇവിടെ നിങ്ങൾക്ക് ഈ രീതിയിൽ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ എക്സാം വളരെ കൺഫ്യൂഷനൊന്നും ഇല്ലാതെ വരയ്ക്കാൻ പറ്റും.